ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ എക്സാമിന് ഇനി കേവലം 15-16 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് മാനേജ്മെൻറ്റിൽ സാധാരണ ചോദിക്കാറില്ല, എന്നാലും എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണെന്നാലും സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ഇതൊരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും, ഒരു അസേർഷൻ തന്നിട്ടുണ്ടാവും, ഒരു റീസണും തന്നിട്ടുണ്ടാവും. ഓക്കെ, അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. അതാണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ അസേർഷൻ ആണ്. പ്ലാനിങ് ഈസ് എ പെർവേസീവ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അതാണ് അസേർഷൻ. ഓക്കെ, റീസൺ, അസേർഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണമാണ് കാണിക്കുന്നത്. റീസൺ എന്ന് പറയുമ്പോൾ പ്ലാനിങ് ഈസ് പെർഫോംഡ് ബൈ മാനേജേഴ്സ് അറ്റ് ഓൾ ഓർഗനൈസേഷണൽ ലെവൽസ്. അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. പ്ലാനിങ് ഈസ് എ പെർവേസീവ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, അതാണ് അസേർഷൻ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, റീസൺ എന്ന് ആ ക്വസ്റ്റ്യനിൽ ഒരു ക്ലെയിം ചെയ്യുന്നത് പ്ലാനിങ് ഈസ് പെർഫോംഡ് ബൈ മാനേജേഴ്സ് അറ്റ് ഓൾ ഓർഗനൈസേഷൻ ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻസ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Option B, both A and R are true, but R is not the correct explanation of A. C, A is true and R is false. D, A is false and R is true. ഏതാണ് ശരി? നിങ്ങൾ ലോക്ക് ചെയ്തോ? ഓക്കെ, നമ്മുടെ റൈറ്റ് ആൻസർ എ ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഇറ്റ്സ് എ. കാര്യം എന്താണ്? പ്ലാനിങ് ഈസ് പെർവേസീവ് ഫങ്ഷൻ ബൈ ഓഫ് മാനേജ്മെൻറ്റ്. റീസൺ, പ്ലാനിങ് ഈസ് പെർഫോംഡ് ബൈ മാനേജേഴ്സ് അറ്റ് ഓൾ ഓർഗനൈസേഷൻ ലെവൽസ്. Both A and R are true and R is the correct explanation of A. R is the correct explanation of A. R is the correct explanation of A. Okay, അപ്പോൾ രണ്ടും ശരിയാണ്. ആ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് നമ്മൾ എന്താണ് റീസണിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പെർവേസീവ് ഫങ്ഷൻ എന്ന് പറയുമ്പം ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ എവ്രി മാനേജീരിയൽ ലെവൽസ്. എല്ലാ ഓർഗനൈസേഷൻ ലെവൽസിലും വരുന്നൊരു ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. പെർവേസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും അടങ്ങി നിൽക്കുന്ന ഒരു ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് മെയിൻലി കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? മാനേജേഴ്സാണ്. മാനേജേഴ്സ് കണ്ടക്ട് പ്ലാനിങ് അറ്റ് ഓർ ഓർഗനൈസേഷണൽ ലെവൽസ്. പെർവേസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും അടങ്ങി നിൽക്കുന്ന ഒരു ഫങ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് മെയിൻലി കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? മാനേജേഴ്സാണ്. മാനേജേഴ്സ് കണ്ടക്ട് പ്ലാനിങ് അറ്റ് ഓർ ഓർഗനൈസേഷണൽ ലെവൽസ്. ഓക്കെ, പ്ലാനിങ് ഈസ് കോൾഡ് പെർവേസീവ് ബിക്കോസ് ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ എവറി മാനേജീരിയൽ ലെവൽ ത്രൂ ദി സ്കോപ്പ് ആൻഡ് നേച്ചർ ഡിഫർ. എന്താണ് പറയുന്നത്? പ്ലാനിങ് എല്ലാ മാനേജീരിയൽ ലെവലിലും പെർഫോം ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അതിൻ്റെ സ്കോപ്പും നേച്ചറും മാത്രമേ ആ ലെവൽ അനുസരിച്ച് ഡിഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2. സ്റ്റേറ്റ്മെൻറ്റ് 1 is unity of command implies that a subordinate should receive orders from only one superior. Statement 2, matrix organizations violates the principle of unity of command. Okay, 14 പ്രിൻസിപ്പിൾസിൽ വരുന്നൊരു പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ആ കമാൻഡ് വരുന്നത് ഒരാളിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും അനുസരിച്ച് പോകണം. സ്റ്റേറ്റ്മെൻറ്റ് 2, മെട്രിക്സ് ഓർഗനൈസേഷൻസ് വയലേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. നിങ്ങൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പലതരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, പ്രൊജക്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, അത് പരിചിതമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെട്രിക്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 1 is true but സ്റ്റേറ്റ്മെൻറ്റ് 2 is false. സ്റ്റേറ്റ്മെൻറ്റ് 1 is false but സ്റ്റേറ്റ്മെൻറ്റ് 2 is true. ഏതാണ് കറക്റ്റ്? ആൻസർ എ അഗൈൻ. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, ഈ മെട്രിക്സ് സ്ട്രക്ചർ എന്താണ്? മെട്രിക്സ് സ്ട്രക്ചറിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി മൾട്ടിപ്പിൾ
ആൾക്കാരോടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മാനേജേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യും. ഈ മെട്രിക് സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് പ്രൊജക്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പോൾ രണ്ട് തരത്തിലും ഫങ്ഷണൽ നോക്കുമ്പോൾ മാനേജർ ഉണ്ടാവും, പ്രൊജക്ട് വൈസ് നോക്കുമ്പോൾ മറ്റ് മാനേജർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് അവിടെ വരില്ല. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളായിരിക്കണം. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ടോ അതിലധികമോ മാനേജേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് വർക്ക് ആവില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Assertion A, decentralization increases managerial flexibility and responsiveness. Reason എന്ന് പറയുന്നത് decentralization transfers decision making authority to lower levels of management. ഓക്കെ, അപ്പം നിങ്ങൾ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ദ പവർ റിമെയിൻസ് വിത്ത് വൺ പേഴ്സൺ. ഓക്കെ, ആ ഒരാളിലാണ് എല്ലാ പവറും ഉള്ളത്, അയാളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരാണെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ട ആരോടാണ്? ഇപ്പോൾ ഞാനൊരു ഓർഗനൈസേഷൻ്റെ ഒരു ഹെഡിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാം എന്നിൽ കൂടെയാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്, എല്ലാവരും എനിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സെൻട്രലൈസേഷൻ. ഓക്കെ, ഞാൻ ആർക്കും എൻ്റെ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, എന്നിലൂടെയാണ് ആ ഓർഗനൈസേഷനിലെ എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. ഓക്കെ, എല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ടതും എനിക്കാണ്. സോ ഇറ്റ്സ് എ സെൻട്രലൈസ്ഡ് സിസ്റ്റം. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്താണ്? ഇപ്പോൾ സെൻട്രലൈസേഷൻ ചെറുകിട സ്ഥാപനങ്ങളിൽ മാത്രമേ സെൻട്രലൈസേഷൻ നടക്കുകയുള്ളൂ. ഒരു വലിയ ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ എന്തായാലും ഡീസെൻട്രലൈസേഷൻ വേണ്ടി വരും അല്ലേ? പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പവർ എന്താണ്, പലർക്കായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്നാലേ കൃത്യമായിട്ടുള്ള ഫങ്ഷനിങ് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാളെ കൊണ്ടൊരു ഓർഗനൈസേഷൻ വളരും തോറും എല്ലാം ഒരാളെ കൊണ്ട് എന്താണ് മാനേജ് ചെയ്ത് പോവുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു ഡീസെൻട്രലൈസേഷനോട് കൊണ്ടുവരിക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ മീൻസ് വി ഡെലിഗേറ്റ് ദ പവർ ടു ദ റെസ്റ്റ്. അതിനാണ് മാനേജേഴ്സും ബാക്കിയുള്ളവരും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ എന്താണ്? ഡീസെൻട്രലൈസേഷൻ ഇൻക്രീസസ് മാനേജറിയൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് റെസ്പോൺസിവ്നെസ്. അടുത്ത ഡീസെൻട്രലൈസേഷൻ ട്രാൻസ്ഫേഴ്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടു ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഓർഗനൈസേഷൻ വളരുന്തോറും ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, മാനേജറിയൽ ഫ്ലെക്സിബിലിറ്റിയും റെസ്പോൺസിവ്നെസ്സും കൂട്ടുകയാണ്. എന്നാൽ ഞാൻ പവർ ഡെലിഗേറ്റ് ചെയ്യുന്നത് വഴി എന്താണ് നടക്കുന്നത്, അവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഫ്ലെക്സിബിൾ ആവുകയാണ്, റെസ്പോൺസിവ്നെസ്സും കൂടുകയാണ്. ഓക്കെ, അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫേഴ്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടു ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് അല്ലേ? ഇപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു കമ്പനിയുടെ ഓണറെങ്കിൽ എന്ത് ചെയ്യും, പലർക്കായിട്ട് ഞാനത് എൻ്റെ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ HR ആണെങ്കിൽ HR മാനേജർക്ക് കൊടുക്കും, മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർക്ക് കൊടുക്കും, ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻസ് മാനേജർക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ പലർക്കായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, ബോത്ത് A and R are true and R is the correct explanation of A. രണ്ടും ശരിയാണ്, അസേർഷനും റീസണും ശരിയാണ്. ആൻഡ് അസേർഷന് ആപ്റ്റ് ആയിട്ടുള്ള റീസൺ തന്നെയാണ്. ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ടു ലോവർ ലെവൽസ് ഇനേബിൾസ് ഫാസ്റ്റർ ഡിസിഷൻസ് ആൻഡ് ബെറ്റർ അഡാപ്റ്റേഷൻ ടു ലോക്കൽ കണ്ടീഷൻസ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ എന്താണ്, ഒന്നുകൂടെ ഞാൻ പറയാം, പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ബെറ്റർ അഡാപ്റ്റേഷൻ, എനിക്ക് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പെട്ടെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ബേസ് നോക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു, പെട്ടെന്ന് ലോക്കൽ കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വാസ് പ്രപ്പോസ്ഡ് ബൈ F.W. ടൈലർ. Statement 2, scientific management emphasizes one best way of performing a task. Statement 3, scientific management primarily focuses on informal group behavior. 3 statements ഉണ്ട്, നമുക്കിനകത്ത് ഏതാണെന്ന് നോക്കാം. Choose the correct answer. A 1 and 2 only, B 1 and 3 only, C 1 and 3 only, D 1, 2 and 3. ഏതാണ് കറക്റ്റ്? ലോക്ക് ചെയ്തോ നിങ്ങൾ? അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ എ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ?
ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കൊണ്ടുവന്നത്, ആ ഒരു ടേം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫിനോമിനൻ കൊണ്ടുവന്ന ആരാണ്? FW ടൈലറാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എംഫസൈസസ് വൺ ബെസ്റ്റ് വേ ഓഫ് പെർഫോമിംഗ് എ ടാസ്ക്. അതും ശരിയാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും ശരിയാണ്. പക്ഷേ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പെട്ടതല്ല. അത് കുറച്ചും കൂടെ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ പെട്ട, അത് മറ്റൊരു തിയറിയാണ്. അത് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിൽ പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് 3. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ 5. ഇറ്റ്സ് ഓൾസോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. അസേർഷൻ: എഫക്റ്റീവ് ഡെലിഗേഷൻ ഡസ് നോട്ട് മീൻ abdication of responsibility. Reason: managers remain accountable for work delegated to subordination. നേരത്തെ നമ്മൾ ഡീസെൻട്രലൈസേഷൻ പറഞ്ഞ ഏകദേശം ഒരു സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റീവ് ഡെലിഗേഷൻ ഡസ് നോട്ട് മീൻ ആബ്ഡിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഞാനൊരു മാനേജറാണ്, അല്ലെങ്കിൽ ഞാനൊരു MD ആണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റീസും പവേഴ്സും എന്ത് ചെയ്തു? മറ്റുള്ളവരിലേക്ക്, എൻ്റെ ജൂനിയേഴ്സിലേക്ക് ഞാൻ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് ആബ്ഡിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാണോ? ഓക്കെ, എഫക്റ്റീവ് ഡെലിഗേഷൻ ഡസ് നോട്ട് മീൻ ആബ്ഡിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് ആൻസറിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്യാം. മാനേജേഴ്സ് റിമൈൻ അക്കൗണ്ടബിൾ ഫോർ ദ വർക്ക് ഡെലിഗേറ്റഡ് ടു സബോർഡിനേറ്റ്സ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി? ആൻസർ ഇസ് അഗെയിൻ A. Both A and R are true and R is the correct explanation of A. Okay. ഇനി നമുക്ക് ഞാൻ നിങ്ങളുടെ ആൻസർ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് പറയാം. ഇപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൻ്റെ MD ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ പവേഴ്സ് മറ്റുള്ളവരിലേക്കും കൂടെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ അർത്ഥം ഞാൻ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലല്ല എന്നല്ല എൻ്റെ അർത്ഥം. ശരിയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആബ്ഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അബാൻഡൻമെൻറ്റ്, ആ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിൽ നിന്ന് പോവുകയല്ല ചെയ്യുന്നത്. ഇനി റീസൺ: മാനേജേഴ്സ് റിമെയിൻ അക്കൗണ്ടബിൾ ഫോർ ദി വർക്ക് ഡെലിഗേറ്റഡ് ടു സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താലും അൾട്ടിമേറ്റ്ലി ആരാണ് റെസ്പോൺസിബിൾ? ആ കൊടുത്ത ആൾ തന്നെയാണ്, മാനേജർ തന്നെയാണ് റെസ്പോൺസിബിൾ. സപ്പോസ് ഞാനാണ് മാനേജർ എങ്കിൽ ഞാൻ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക് നല്ലതായാലും മോശമായാലും റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്? എനിക്ക് തന്നെ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് A ആണ്. അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ബട്ട് അക്കൗണ്ടബിലിറ്റി റിമെയിൻസ് വിത്ത് ദി മാനേജർ ഹു ഡെലിഗേറ്റ്സ്. എൻ്റെ പവറും എൻ്റെ അതോറിറ്റിയും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തവർ നന്നായിട്ട് വർക്ക് ചെയ്താലും മോശമായിട്ട് വർക്ക് ചെയ്താലും ദ റെസ്പോൺസിബിലിറ്റി റിമെയിൻസ് വിത്ത് മീ, അല്ലെങ്കിൽ ദ റെസ്പോൺസിബിലിറ്റി റിമെയിൻസ് വിത്ത് ദി മാനേജേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ? ഓക്കെ, അപ്പോൾ അതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് പഠിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മളുടെ CC ലേണിംഗ് ആപ്പിലുണ്ട്. CCയുടെ ഒരു 15-day റാപ്പപ്പ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കേവലം 2 ആഴ്ച കൂടെ ഉള്ളൂ. ഈ 15 ഡേയ്സിൽ നമ്മൾ നോക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസ്, PYQs. നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 250-300-ലധികം PYQs കിട്ടും. ഓക്കെ, ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്, സ്കിൽഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ആണ്, PhD ഹോൾഡേഴ്സ് ആണ്. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഇത്തവണ JRF തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയും വേഗം നമ്മളുടെ 15-day ബാച്ചിലേക്ക്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 15-day ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.